وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد، الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرا قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة فإذا هم بالساهرة. هل أتاك حديث موسى إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്നും വിശ്വാസികളായി ലോകത്ത് നിന്ന് മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ സ്വർഗീയ ഭവനത്തിലെത്താൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്നും നാം പഠിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കണമെന്നും ഏവരോടും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. 79-ാം അധ്യായമായ സൂറത്തുൻ നാസിആത്താണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 9 ആയത്തുകളാണ് നാം പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് 10 മുതൽ ഇൻഷാ അല്ലാഹ് 19 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. പഠിക്കാനും പകർത്താനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൻ നാസിആത്തിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ സത്യം ചെയ്യാൻ അള്ളാഹു ഉപയോഗിച്ചതാണ്. സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞത് അന്ത്യനാളിൽ ലോകം ആകമാനം കിടുകിട വിറപ്പിക്കപ്പെടുന്ന സുവർണ്ണ കാഹളത്തിലെ 1-ാമത്തെ ഊത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു. പിന്നീട് 2-ാമത്തെ ഊത്തിനെ കുറിച്ച്, ആ ഊത്തുണ്ടാകുന്ന സമയം എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തി. അവിശ്വാസികൾക്ക് ആ ദിവസം ഉണ്ടാകുന്ന അവസ്ഥയെയാണ് പിന്നീട് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഖുലൂബു യൗമഇദിൻ വാജിഫ, അന്നത്തെ ദിവസം ചില ഹൃദയങ്ങൾ പേടിച്ചു വിറകൊള്ളുന്നതായിരിക്കും. അബ്സ്വാറുഹാ ഖാശിഅ, അവരുടെ കണ്ണുകൾ വിനയപ്പെട്ടു താഴ്മപ്പെട്ടവരായിരിക്കും. അവിശ്വാസികൾക്ക് അന്നത്തെ ദിവസം ഏറെ ഭയത്തോടെയും പരിഭ്രമത്തോടെയും അഭിമാനത്തോടുകൂടെയുമായിരിക്കും അവരുണ്ടാവുക എന്നും അവർക്കൊന്ന് തല ഉയർത്തി നോക്കാനുള്ള ധൈര്യം പോലും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിശ്വാസികളാകണം, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ വരും എന്നാണ് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ ഈ ഒരു അവസ്ഥ അവിശ്വാസികൾക്ക് നാളെ പരലോകത്ത് വരാനുള്ള കാരണമാണ് 10 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്. എന്താണത്? യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, അവിശ്വാസികളുടെ കണ്ണുകൾ വിനയപ്പെട്ടു താഴ്മ ചെയ്യുന്നതോടൊപ്പം അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറകൊള്ളാനുള്ള കാരണം ഭൗതികമായ ജീവിതത്തിൽ യഖൂലൂന, അവര് പരിഹാസത്തോടെ പറയുന്നവരായിരുന്നു. യഖൂലൂന, അവര് പറയുമായിരുന്നു, എന്ത്? അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, അഇന്നാ, നാം ആണോ? ഇന്നാ, നാം, തീർച്ചയായും നാം. ആ വന്നപ്പോൾ ആണോ എന്ന ചോദ്യം. അഇന്നാ, തീർച്ചയായും നാം ആണോ? ലമർദൂദൂന, മടക്കപ്പെടുന്നവർ തന്നെയാണോ? ലമർദൂദൂന, മടക്കപ്പെടുന്നവരാണോ? എവിടെ നിന്ന്? ഫിൽ ഹാഫിറ, ഹാഫിറ, കുഴിയിൽ വെച്ച്. നാം കുഴിയിൽ വെച്ച്, ഖബറിൽ വെച്ച് വീണ്ടും മുൻസ്ഥിതിയിലേക്ക് തന്നെ മടക്കപ്പെടുന്നവരാണോ എന്നവർ ചോദിക്കും. ഈ ചോദ്യം പരിഹാസത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി ഈ മരണത്തോടുകൂടെ ഈ നമ്മുടെ ജീവിതം അവസാനിക്കുകയില്ലെന്നും ഒരാളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് മരണത്തോടുകൂടെയാണ്, ആ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, നന്മകളും തിന്മകളുമുണ്ട്, സ്വർഗവും നരകവുമുണ്ട്
ഇത് പറഞ്ഞപ്പോൾ അവർ പരിഹാസത്തോടു കൂടെ ചോദിക്കുകയാണ്, എന്ത്? തീർച്ചയായും നാം കുഴിയിൽ വെച്ച് വീണ്ടും മുൻ സ്ഥിതിയിൽ തന്നെ മടക്കപ്പെടുന്നവരാണോ? നാം ആയിട്ടാണോ നാം വീണ്ടും മടക്കപ്പെടുന്നത്? നാം ആയിട്ടാണോ? ഇലാമൻ, നമ്മുടെ എല്ലുകൾ, എല്ല്, ഇലാമ്, അളുമ്, അല്ല്, ഇലാമൻ, എല്ലുകൾ, നഖിറ, പൂർണ്ണമായി നുരുമ്പിപ്പോയതിന് ശേഷം നാം ജീർണിച്ച് എല്ലുകളായി തീർന്നിട്ട് വീണ്ടും ഒരു മടക്കം, പൂർവസ്ഥിതിയിലേക്ക് തന്നെ മടക്കപ്പെടുന്നവരാണോ നമ്മൾ? അങ്ങനെ മടക്കപ്പെടുന്നവരാണെങ്കിൽ ഖാലൂ തിൽക ഇദൻ കർവതൻ ഖാസിറ, അവര് പറയാ, ഖാലൂ, അവിശ്വാസികൾ പരിഹാസത്തോടുകൂടെ പറയുന്നു, തിൽക, അത്, ഏത്? വീണ്ടും ഒരു പുനർജന്മം, എല്ലുകളെല്ലാം നുരുമ്പി തീർണിച്ചു പോയതിന് ശേഷം വീണ്ടും നമ്മളെ ഒരു പുനർജീവിതം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ, തിൽക്ക, ആ പുനർജീവിതം, ഇതൻ, അങ്ങനെയാണെങ്കിൽ, കറത്തൻ, ആ മടക്കം എത്ര? ഖാസിറ, നഷ്ടകരമായ. കറത്ത്, തിരിച്ചുവരവ്. അങ്ങനെയുള്ള ആ തിരിച്ചുവരവ്, അങ്ങനെ വരികയാണെങ്കിൽ ആ തിരിച്ചുവരവ് ഖാസിറ, ഏറെ പരാജയമായിരിക്കും, ഏറെ നഷ്ടകരമായ ഒരു തിരിച്ചുവരവായിരിക്കും അത് എന്ന് അവര് പരിഹാസത്തോടുകൂടെ പറയും. ഈ പറഞ്ഞതാണ് അവര് നാളെ പരലോകത്ത് അവർക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണം. അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറകൊള്ളാനുള്ള കാരണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താ? മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന വിശ്വാസം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകണം. അതിനെ പരിഹസിക്കുന്നവരാകരുത്, അതിനെ തള്ളിപ്പറയുന്നവരാകരുത്. മനസ്സിലായില്ലേ? ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നും, ആ പരലോക ജീവിതത്തെയും മരണാനന്തര ജീവിതത്തെയും പരലോകത്തെയും ഒക്കെ പരിഹസിക്കുകയും മികഴ്ത്തുകയും അതിനെ തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്നവരായാൽ തീർച്ചയായും നാളെ പരലോകത്ത് നാം വിരൽ കടിക്കേണ്ടി വരികയും നമ്മുടെ ഹൃദയങ്ങൾ വിറങ്ങലിച്ച് അത് വല്ലാത്ത വിറകൊള്ളുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകുമെന്ന മഹനീയമായ സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് മാത്രമല്ല, തുടർന്ന് അല്ലാഹു തആല പറയുന്നു, എന്നാൽ നിങ്ങൾ നിഷേധിക്കുന്ന പരലോകം, നിങ്ങൾ പരിഹസിക്കുന്ന ആ അന്ത്യദിനം, ഖിയാമത്ത് നാൾ, തീർച്ചയായും അത് ഒരു വമ്പിച്ച ഇരമ്പൽ മാത്രമായിരിക്കും. വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരിക്കും. ഒരു വമ്പൻ ഇരമ്പൽ, ഒരു വമ്പൻ ശബ്ദം മാത്രമായിരിക്കും അത്. അപ്പോഴേക്ക് അവരതാ ഭൂമുഖത്തായിരിക്കും ഉണ്ടാവുക. ആ ഘോര ശബ്ദത്തോടുകൂടെ ആ കാഹളത്തിൽ അങ്ങ് ഊതപ്പെടുമ്പോ ഭൂമിയുടെ ഇന്നത്തെ ഈ നിലയെല്ലാം മാറിപ്പോകും, എല്ലാം സമനിരപ്പാക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതാണ്. ഒന്നാമത്തെ ഊത്തോടുകൂടെ ഭൂമിയുടെ ഇന്നത്തെ എല്ലാവിധ നിലകളും മാറും, അതൊരൊറ്റ നിരപ്പുള്ള അവസ്ഥയായി മാറും. രണ്ടാമത്തെ ഊത്തോടുകൂടെ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാന നിമിഷം വരെയുള്ള എല്ലാവരും അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വരും. എന്നിട്ട് എല്ലാവരും പൂർണ്ണ നഗ്നരായി, കാലിൽ പാദരക്ഷ ധരിക്കാത്തവരായി, ഒരു നൂല് പോലും ഇല്ലാതെ, ഉമ്മ എങ്ങനെയാണോ നമ്മെ പ്രസവിച്ചത് ആ രീതിയിൽ നാളെ പരലോകത്ത് മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. നിങ്ങൾ നിഷേധിക്കുന്ന പരിഹസിക്കുന്ന പരലോകം, ആ പരലോകത്ത് നിങ്ങൾ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും, അത് വരിക തന്നെ ചെയ്യും. ആ അന്ത്യനാൾ ഒരു അതിശക്തമായ ഘോരശബ്ദം മാത്രമായിരിക്കും. അപ്പോഴേക്ക് നിങ്ങൾ ആ ഘോരശബ്ദത്തോടുകൂടെ നിങ്ങൾ എല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളാകുന്ന ആളുകളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം 15-ാമത്തെ ആയത്ത് മുതൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെയും അദ്ദേഹം നിയോഗിതനായ ഫറോവയെ കുറിച്ചാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഫറോവ എന്ന് പറയുന്നത് ഇവരെ പോലെയായിരുന്നില്ല, ഇവരെക്കാളും വലിയ ധിക്കാരിയായിരുന്നു, ഇവരെക്കാളും വലിയ ശക്തനും വലിയ പോക്കിരിയുമായിരുന്നു, വലിയ ധിക്കാരിയും വലിയ നിഷേധിയുമായിരുന്നു. ആ ധിക്കാരിയും നിഷേധിയും ശക്തനും വില്ലാളി വീരനുമായിരുന്ന ആ ഫറോവക്ക് പോലും ഉണ്ടായ അനുഭവം
അവന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അവനിക്ക് ഫിർഔന് ഈ ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വരും. നിങ്ങളെക്കാളും വലിയ ശക്തനായ അവനിക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഹൽ അതാക ഹദീസു മൂസാ إذ ناداه ربه بالوادي المقدس طوى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാ, ഹൽ അതാക, നബിയെ നിനക്ക് വന്നിരിക്കുന്നുവോ, ഹൽ അതാക നിനക്ക് വന്നിരിക്കുന്നുവോ നബിയെ, എന്ത് ഹദീസ്, വർത്തമാനം. ആരുടെ വർത്തമാനം? മൂസ, മൂസയുടെ വർത്തമാനം. ഹദീസ് മൂസ, മൂസയുടെ വർത്തമാനം നിനക്ക് വന്നിരിക്കുന്നുവോ നബിയേ? എന്താണ് മൂസയുടെ വർത്തമാനം? ഇദ്നാദാഹു റബ്ബുഹു, ഇദ്നാദാഹു അദ്ദേഹത്തെ വിളിച്ച സന്ദർഭം, മൂസയെ വിളിച്ച സന്ദർഭം. ആര്? റബ്ബുഹു, മൂസയുടെ രക്ഷിതാവ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ രക്ഷിതാവ് അല്ലാഹു തആല മൂസയെ വിളിച്ച സന്ദർഭം എവിടെ വെച്ച് വിളിച്ചു? ബിൽവാദിൽ മുഖദ്ദസ്, ബിൽവാദ്, വാദ് താഴ്വര, മുഖദ്ദസ് പരിശുദ്ധമാക്കപ്പെട്ട, ബിൽവാദിൽ മുഖദ്ദസ് പരിശുദ്ധമാക്കപ്പെട്ട താഴ്വരയിൽ വെച്ച്, പരിശുദ്ധമാക്കപ്പെട്ട താഴ്വരയിൽ വെച്ച് അല്ലാഹു മൂസയെ വിളിച്ച സന്ദർഭം നബിയെ നിനക്ക് വന്നിരിക്കുന്നുവോ? ഏതാണ് ആ താഴ്വര? തുവാ, അതായത് തുവായിൽ വെച്ച്, തുവാ എന്ന പരിശുദ്ധ താഴ്വരയിൽ വെച്ച് മൂസയെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് വിളിച്ച സന്ദർഭം. എന്നിട്ട് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഇദ്ഹബ്, മൂസ നീ പോകണം, ഇദ്ഹബ് നീ പോകണം, ഇലാ ഫിർഔൻ, ഫിർഔനിന്റെ അടുക്കലേക്ക് പോകണം, ഫിർഔനിന്റെ അടുക്കലേക്ക് നീ ഇനിയും പോകണം. ഇന്നഹു തഗാ, ഇന്നഹു തീർച്ചയായും, ഫറോവ ഫിർഔൻ, തഗാ അവൻ ധിക്കാരം മുഴുത്തുപോയിരിക്കുകയാണ്, ധിക്കാരത്തിൽ അതിക്രമത്തിൽ അവൻ അതിരുവിട്ടിരിക്കുകയാണ്. നീ ഫിർഔനിന്റെ അടുക്കലേക്ക് പോവുക, തീർച്ചയായും അവൻ ധിക്കാരത്തിൽ അതിര് കവിഞ്ഞിരിക്കുന്നു മൂസ. അതുകൊണ്ട് നീ മൂസയുടെ നീ ഫിർഔനിന്റെ അരികിലേക്ക് പോകണം. ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്കാ. എന്നിട്ട് ഫിർഔനിന്റെ അരികിൽ പോയിട്ട് എന്താ പറയേണ്ടത്? എന്ത് പറയണം? ഫഖുൽ, എന്നിട്ട് നീ പറയുക ആ ഫിർഔനിനോട്, ഫഖുൽ നീ പറയുക, ഹല്ലക നിനക്ക് ആവശ്യമുണ്ടോ, നിനക്ക് ആവശ്യമുണ്ടോ, ഹല്ലക നിനക്കുണ്ടോ, ഇലാ അൻ തസക്ക നീ പരിശുദ്ധി പ്രാപിക്കുവാൻ, നീ പരിശുദ്ധി പ്രാപിക്കേണ്ടതിലേക്ക് നിനക്ക് ഒരുക്കമാണോ? നീ നന്നാകാൻ തയ്യാറാണോ? നീ നന്നാകാൻ തയ്യാറാണോ? നീ തൗഹീദിലേക്ക് വരാൻ തയ്യാറാണോ എന്ന് ആ ഫറോവയോട്, ഫിർഔനിനോട് നീ പറയണം. ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക. എന്നിട്ട് മൂസ ഫിർഔനിനോട് നീ പറയുക, നീ പരിശുദ്ധി പ്രാപിക്കേണ്ടതിലേക്ക് നീ ഒരുക്കമാണോ? വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. വഅഹ്ദിയക ഞാൻ നിനക്ക് മാർഗദർശനം നൽകുവാനും, വഅഹ്ദിയക ഞാൻ നിനക്ക് മാർഗദർശനം നൽകുവാനും, ഇലാ റബ്ബിക നിന്റെ രക്ഷിതാവിങ്കലേക്ക്, ഫതഖ്ശ അങ്ങനെ നീ ഭയപ്പെടുവാനും, നിന്റെ റബ്ബിങ്കലേക്ക് ഞാൻ നിനക്ക് മാർഗദർശനം നൽകുകയും അങ്ങനെ നീ അവനെ ഭയപ്പെടുകയും ചെയ്യുന്നതിന് നീ ഒരുക്കമാണോ എന്ന ചോദ്യം ആ ഫിർഔനിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് നീ ചോദിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് തുവാ എന്ന താഴ്വരയിൽ വെച്ചുകൊണ്ട് വിളിച്ചു ചോദിച്ച പറഞ്ഞ സന്ദർഭം. നബിയെ ഹൽ അതാക ഹദീസു മൂസ, മൂസയുടെ ആ വർത്തമാനം നിനക്ക് വന്നിരിക്കുന്നുവോ എന്ന ആ ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സീനാ പർവ്വതത്തിലെ തുവാ താഴ്വരയിൽ വെച്ച് അല്ലാഹു മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട മഹാനായ കലീമുല്ലാ മൂസാ അലൈഹിസ്സലാമിനോട് അല്ലാഹു സംസാരിച്ച വിവരം വിശുദ്ധ ഖുർആനിൽ വിവിധ ഇടങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ രീതിയിലെങ്കിലും. ആ വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ ചരിത്രം സൂറത്തുൻ നാസിആത്തിൽ ചെറിയ രീതിയിൽ അല്ലാഹു തആല സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തതെങ്കിൽ 20-ാം അധ്യായമായ സൂറത്ത് ത്വാഹയിൽ വിശദമായി അല്ലാഹു തആല ഈ സംഭവം പറയുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിലായിരുന്നു താമസിച്ചിരുന്നത്. ആ ഈജിപ്തിൽ നിന്ന് ചില കാരണങ്ങളാൽ മൂസാ നബി അലൈഹിസ്സലാം മദീനയിലേക്ക് പോയി.
ആ മദിയനിൽ കുറെ കാലം അവിടെ കഴിഞ്ഞു. അങ്ങനെ മദിയനിൽ നിന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിലേക്ക് തന്റെ ഭാര്യയോടൊപ്പം മടങ്ങിപ്പോരുകയായിരുന്നു. ഈ സമയത്താണ് സീനാ താഴ്വരയിൽ ഒരു മരത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം ഒരു തീ കാണുന്നത്. ഒരു മരത്തിൽ നിന്ന് ഒരു തീ കാണുന്നു. അങ്ങനെ തീ കണ്ടപ്പോ അവർക്ക് വലിയ സന്തോഷവും ആഹ്ലാദവുമായി. തണുപ്പാണ്, അതേ പ്രകാരം കൂരിരുട്ടാണ്. മാത്രവുമല്ല അവർക്ക് കൃത്യമായ വഴി അറിയാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുകയാണ്. ഇങ്ങനെ പല കാരണങ്ങളാൽ അവർക്ക് തീ കായാൻ അല്പം തീ കിട്ടിയാൽ അത് വലിയ ഉപകാരമാകും. ആ തണുപ്പിൽ നിന്ന് ഒരു ശാന്തി കിട്ടും. മാത്രവുമല്ല ആ തീയിന്റെ അടുത്ത് ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ആളുകളിൽ നിന്ന് വല്ല വിവരവും ലഭിച്ചാൽ അത് മുന്നോട്ടുള്ള യാത്രക്ക് സൗകര്യമാകും. ഇങ്ങനെയൊക്കെ പല പ്രതീക്ഷയോടുകൂടെയാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തന്റെ വീട്ടുകാരെ കുടുംബത്തിനെ അവിടെ നിർത്തിയിട്ട് ആ തീ കണ്ട സ്ഥലത്തേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പോകുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിൽ പറയുന്നുണ്ട്, വഹല്ലതാക ഹദീസു മൂസ, നബിയെ മൂസയുടെ വർത്തമാനം നിനക്ക് വന്നെത്തിയിട്ടുണ്ടോ? സൂറത്ത് നാസിആത്തിലെ അതേ ആയത്ത് തന്നെയാണ് അവിടെയും അള്ളാഹു കൊടുത്തത്. എന്നിട്ട് അവിടെ സൂറത്ത് ത്വാഹയിൽ അള്ളാഹു പറയുന്നത്, ഇദ് റആ നാറൻ ഫഖാല ലിഅഹ്ലിഹിം കുസൂ ഇന്നി ആനസ്തു നാറാ നാറൻ ലഅല്ലി ആതീകും മിൻഹാ ബികബസിൻ ഔ അജിദു അലൻ നാരി ഹുദാ. അതായത് അദ്ദേഹം ഒരു തീ കണ്ടപ്പോ അദ്ദേഹം തന്റെ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ ഒരു തീ കണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്നൊരു തീക്കൊള്ളി കത്തിച്ചെടുത്തു നമുക്ക് തീ കായുവാൻ വേണ്ടി, ചൂടാകുവാൻ വേണ്ടി ഞാൻ കൊണ്ടുവരാം. അല്ലെങ്കിൽ തീയിങ്കൽ വെച്ച് ഏതെങ്കിലും ഒരു വഴികാട്ടിയെ ഒരു പക്ഷേ അവിടെ കണ്ടെത്തിയേക്കാം. അങ്ങനെ പ്രതീക്ഷയോടുകൂടെ മൂസാ നബി അലൈഹിസ്സലാം വീട്ടുകാരെ അവിടെ നിർത്തിയിട്ട് ആ തീ കണ്ട സ്ഥലത്തേക്ക് പോവുകയാണ്. ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസ. അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോ ഇപ്രകാരം വിളിച്ചു പറയപ്പെട്ടു, ഹേ മൂസ, ഇന്നി അന റബ്ബുക ഫഖ്ലഇന ഇലൈക് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവാ. ഞാൻ അത്രേ നിന്റെ റബ്ബ്, ഞാൻ നിന്റെ രക്ഷിതാവാണ്, അതുകൊണ്ട് നിന്റെ ചെരുപ്പുകൾ രണ്ടും മടിച്ചു വെക്കുക. തീർച്ചയായും നീ തുവ എന്ന പരിശുദ്ധമായ താഴ്വരയിലാണ് മൂസ ഉള്ളത്. വനഖ്തറൈതുക ഫസ്തമിഅ ലിമാ യൂഹാ. എന്റെ ദൗത്യത്തിനും എന്റെ സംഭാഷണത്തിനും ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് മൂസ, അതുകൊണ്ട് നിനക്ക് ബോധനം നൽകപ്പെടുന്നതിനെ നീ ശ്രദ്ധിച്ചു കേൾക്കണമേ മൂസ എന്ന് പറഞ്ഞു. എന്താണ് വഹയ്യ്? ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. അന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് ആ വാദിൽ മുഖദ്ദസി തുവ എന്ന പരിശുദ്ധമായ ആ താഴ്വരയിൽ നിന്ന് അല്ലാഹു തആല വഹയ്യ് കൊടുക്കുകയാണ്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. തീർച്ചയായും ഞാൻ തന്നെയാണ് അല്ലാഹു, ഞാനല്ലാതെ ആരാധ്യനില്ല, അതുകൊണ്ട് നീ എന്നെ മാത്രം ആരാധിക്കുക, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. ഇന്ന സഅത ആതിയതുൻ നകാദു ഖഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. തീർച്ചയായും അന്ത്യസമയം വരുന്നതാകുന്നു, ഓരോ ആൾക്കും താൻ പരിശ്രമിക്കുന്നതിന്റെ പ്രതിഫലം നൽകപ്പെടുന്നതിനായി ഞാനത് ഗോപ്യമായി വെക്കുമാറാകുന്നതാണ്. فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى. അതിനാൽ അതിൽ വിശ്വസിക്കാതിരിക്കുകയും തന്നിഷ്ടത്തെ പിൻപറ്റുകയും ചെയ്യുന്നവർ അതിൽ നിന്ന് നിന്നെ തടഞ്ഞു കളയാതിരുന്നു കൊള്ളട്ടെ. എന്നാൽ തടഞ്ഞാൽ മൂസ നീ നാശമടഞ്ഞു പോകും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം വീട്ടുകാരെ അവിടെയാക്കി ആ പ്രകാശം കണ്ട തീ കണ്ട സ്ഥലത്തേക്ക് ചെന്നു നോക്കുമ്പോ അത് തീക്കണൽ കൊണ്ടുപോരുവാനോ അല്ലെങ്കിൽ തീ കായുവാനോ പറ്റിയ ഒന്നല്ല മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഇവിടെ കണ്ടത്. മറിച്ച് അസത്യത്തെയും ധിക്കാരത്തെയും മരിച്ചു കളയുന്ന അതിമഹനീയമായ ഒരു ദിവ്യ പ്രകാശമായിരുന്നു അത്. അവിടെ വെച്ച് മേൽ പറയപ്പെട്ട സന്ദേശങ്ങൾ അള്ളാഹു മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് നൽകി. അതോടൊപ്പം മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല പ്രവാചകനായി നിയമിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, മൂസ നിന്റെ വലത് കയ്യിൽ എന്താണ്, നിന്റെ കയ്യിൽ എന്താണ്? ആ ചോദ്യത്തിന് മൂസാ നബി കൊടുത്ത മറുപടി, മൂസ പറഞ്ഞു, അത് എന്റെ വടിയാണ് അല്ലാ,
ഞാൻ അതിന്മേൽ ആശ്വാസത്തിനായി ഊക്കുകൊള്ളുകയും ഞാൻ ചാരിയിരിക്കുകയും അതുകൊണ്ട് എന്റെ ആടുകൾക്ക് ഇല തയ്ച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. എനിക്കതിൽ വേറെയും പല പ്രയോഗങ്ങളുമുണ്ട്. ഖാല അൽഖിഹാ യാ മൂസ, അള്ളാഹു പറഞ്ഞു അത് ഇടുക മൂസ. ഫഅൽഖാഹാ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, അങ്ങനെ അദ്ദേഹം അത് ഇട്ടു, അപ്പോഴതാ അത് ഓടുന്ന ഒരു പാമ്പാകുന്നു. ഖാല ഖുദ്ഹാ വലാ തഖഫ് സനുഈദുഹാ സീറതഹൽ ഊലാ, പാമ്പായി കണ്ടപ്പോ, തന്റെ വടി നിലത്തിട്ടപ്പോ അത് പാമ്പായി കണ്ടു. ആ സമയത്ത് അദ്ദേഹത്തിന് വലിയ ബേജാറ് വന്നു, പേടി വന്നു. ആ സമയത്ത് അള്ളാഹു പറയുകയാണ്, അത് എടുത്തുകൊള്ളുക, അത് പിടിച്ചുകൊള്ളുക. വലാ തഖഫ്, നീ പേടിക്കേണ്ട. സനുഈദുഹാ സീറതഹൽ ഊലാ, നാം അതിനെ ആദ്യ അവസ്ഥയിൽ വടി പോലെ തന്നെ നാം ആക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു. പിന്നീട് ധാരാളം വിഷയങ്ങൾ അല്ലാഹു തആല പറയുന്നുണ്ട്. വൽമും യദക ഇലാ ജനാഹിക തഖ്റുജ് ബൈളാഅ മിൻ ഗൈരി സൂഇൻ ആയതൻ ഉഖ്റാ, നിന്റെ കൈ നിന്റെ പാർശ്വത്തിലേക്ക് ചേർത്ത് വെക്കുക മൂസ, നിന്റെ പാർശ്വത്തിലേക്ക് നിന്റെ കൈകളെ ചേർത്ത് വെക്കുക. എന്നാൽ അത് മറ്റൊരു ദൃഷ്ടാന്തമായി കൊണ്ട് യാതൊരു ദൂഷ്യവും കൂടാതെ വെളുത്തതായി പുറത്തു വരുന്നതാണ്. നിന്റെ കൈ കക്ഷത്തിൽ വെച്ചാൽ അത് വെളുത്തതായി കാണും. ലിനുരിയക മിൻ ആയാതിനൽ കുബ്റ, നമ്മുടെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് നിനക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണത്. ഇനി അല്ലാഹു തആല അവിടെ 24-ാമത്തെ ആയത്തിൽ നമ്മുടെ സൂറത്തുൻ നാസിആത്തിൽ അല്ലാഹു പറഞ്ഞു, നീ മൂസ ഫിർഔനിന്റെ അരികിലേക്ക് പോകണം. അതേ ആയത്ത് അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, മൂസ നീ ഫിർഔനിന്റെ അരികിലേക്ക് പോവുക, നീ ഫിർഔനിന്റെ അരികിലേക്ക് പോവുക. തീർച്ചയായും അവൻ അതിര് അക്രമത്തിൽ അവൻ മുഴുകിയിരിക്കുകയാണ്, അക്രമത്തിൽ അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ അരികിലേക്ക് നീ പോകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവമായി മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രവാചകനാക്കുകയും അദ്ദേഹത്തിനെ പറഞ്ഞയക്കുകയും ചെയ്യുകയാണ്. അല്പം വിശദമായിട്ടാണ് സൂറത്ത് ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തന്റെ ജനതയെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുന്നു. ചോറ്റാധിപതിയായ ധിക്കാരിയായ ഒരു ഭരണകർത്താവായിരുന്നു ഫിർഔൻ. ഈജിപ്തിലെത്തിയാൽ അദ്ദേഹത്തിന് നേരിടേണ്ടത് ഈ ഫിർഔനിനെയാണ്. താനാണെങ്കിൽ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ കീഴിൽ വളർത്തപ്പെടുകയും അതിനുശേഷം ഒരു കൊലപാതകത്തിന്റെ പേരിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നാട് വിടുകയും ചെയ്ത ആളെന്ന നിലക്ക് ഞാൻ അവിടെ ചെന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഒരു പ്രവാചകന്റെ കർത്തവ്യമാവട്ടെ ഏറെ വമ്പിച്ചതാണ്. ഭയങ്കരമായ വേദനയോടും വിഷമങ്ങളും പ്രതിബന്ധങ്ങളും അദ്ദേഹത്തിന് തരണം ചെയ്യേണ്ടി വന്നേക്കാം. ആകയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മൂസാ നബി അലൈഹിസ്സലാം ശക്തമായ ഒരു പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ അരികിലേക്ക് പോകുന്നത്. അല്ലാഹുവേ, എന്റെ ഹൃദയം നീ വിശാലമാക്കണം. അല്ലാഹുവേ, എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ എളുപ്പമാക്കി തരണം. അല്ലാഹുവേ, എന്റെ നാവിന് ചില കെട്ടിക്കുടുക്കുകളുണ്ട്, ആ കെട്ടിക്കുടുക്കുകളെല്ലാം നീ അഴിച്ചു തരണം. അല്ലാഹുവേ, എന്റെ വാക്കുകൾ ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ പാകത്തിന് അല്ലാഹുവേ എന്റെ നാവിന്റെ കെട്ടിക്കുടുക്കുകളെല്ലാം ഒഴിവാക്കുകയും വജ്അല്ലി വസീറൻ മിൻ അഹ്ലി, എന്റെ സ്വന്തക്കാരിൽ നിന്ന് എനിക്കൊരു വസീറിനെ സഹായകനായി നീ നിശ്ചയിച്ചു തരികയും ചെയ്യണമേ. ഹാറൂനിനെ എന്റെ സഹായിയായി എനിക്ക് നീ തരേണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ അരികിലേക്ക് പോയി. പക്ഷേ ഫറോവയുടെ അവസ്ഥ വളരെ സൗമ്യനായിട്ടാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിനോട് പറഞ്ഞതെങ്കിലും അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റമുണ്ടായിരുന്നില്ല. ആ ധിക്കാരത്തിൽ തന്നെ അവൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതാണ് തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല സൂറത്തുൻ നാസിആത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പഠിക്കുക, പകർത്തുക. ഈ ചരിത്രങ്ങളിൽ നിന്നെല്ലാം നമുക്കൊരുപാട് സന്ദേശങ്ങളുണ്ട്. ആ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.